ഹലോ, ഞാൻ നെഹല, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ നീറ്റ് എക്സാമിന് ഇനി ആകെ 2 ദിവസം മാത്രം സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക, ഈ വർഷം എനിക്ക് കിട്ടുമോ, ഞാൻ പഠിച്ചതൊക്കെ ഓക്കെ ആണോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം റിവൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ, ഞാനിതൊക്കെ എത്ര തവണ പഠിച്ചതാണ്, പക്ഷേ സ്റ്റിൽ എനിക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടല്ലോ. ഇനി ഈ ഒരു ലെവലിൽ ഞാൻ എക്സാം എഴുതിയിട്ട് ഈ വർഷം എനിക്ക് ഇത്രത്തോളം കട്ട് ഓഫ് വരുന്ന ഒരു എക്സാം അല്ലേ നീറ്റ് എക്സാം, അപ്പോൾ ഈ വർഷം എനിക്ക് സീറ്റ് കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ടും ക്വസ്റ്റ്യൻസൊക്കെ നമ്മളെ മനസ്സിലൂടെ കടന്നുകൊണ്ട് പോയിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ലാസ്റ്റ് ഡേയ്സ്. അപ്പം ഇനി ആകെ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 2 ദിവസം നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ നോളജ് ഭയങ്കര കൂടിയിട്ട് എക്സാമിന് ഭയങ്കര ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലൂടെ ഇനിയുള്ളൊരു 2 ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്വയം ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നീറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് എക്സാം പോലെയുള്ള ഒരു സാധാരണ എക്സാം ആയിരിക്കും. പിന്നെ നീറ്റ് എക്സാം എല്ലാ വർഷവും ഒരു ഈസി മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നീറ്റ് എക്സാമിന് ഉണ്ടാവാറ്. ചിലപ്പോൾ നിങ്ങളെ സെൻറ്റേഴ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എക്സാം കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ട് ലെവൽ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നീറ്റിന് വിചാരിക്കുന്ന ഒരു കട്ട് ഓഫ് ഒന്നും ആ എക്സാമിന് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഏതൊരു കുട്ടിക്കും സാധാരണ രീതിയിൽ കിട്ടാവുന്ന ബെസ്റ്റ് സ്കോർ വരുന്നത് നീറ്റ് എക്സാമിനായിരിക്കും. അപ്പോൾ നിങ്ങളോട് തന്നെ സ്വയം പറയേണ്ട കാര്യം എന്താണ്, നീ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട, നീ ഇതുവരെ എഴുതിയിട്ടുള്ള ഏതൊരു എക്സാമിനേക്കാളും ബെസ്റ്റ് എക്സാം വരാൻ പോവുക നീറ്റ് എക്സാം ആയിരിക്കും. ഇത്രയും കാലം കിട്ടിയിട്ടുള്ള ഒരു സ്കോറിനേക്കാളും ഏറ്റവും നല്ലൊരു സ്കോർ വരാൻ പോകുന്നത് നീറ്റ് എക്സാം ആയിരിക്കും എന്നുള്ളത് നിങ്ങളോട് തന്നെ പറയാന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് 2 ഡേയ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് 2 ഡേയ്സ് വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ്, ഇക്വേഷൻ ബുക്സ്, അതൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം ലാസ്റ്റ് 2 ഡേയ്സ് എടുത്ത് റിവൈസ് ചെയ്യുക. ഏറ്റവും കാമായിട്ട് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ. ഇനി ഇൻ കേസ് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് മറന്നുപോയി, പക്ഷേ പ്രശ്നമല്ല, ഈ ഒരു ലാസ്റ്റ് 2 ഡേയ്സ് ഞാനത് റിവൈസ് ചെയ്യുന്നു, ഞാനത് വായിക്കുന്നു. ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ആ മെത്തേഡ് ഞാൻ ഇപ്പം കണ്ടല്ലോ, ഇപ്പം ഞാനത് റിവൈസ് ചെയ്തല്ലോ, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാനത് റിവൈസ് ചെയ്തു, ഇനി എനിക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ ഏതൊരു മോശം സിറ്റുവേഷനെയും ഒരു പോസിറ്റീവ് സിറ്റുവേഷനാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ പഠിക്കുന്നതും നമ്മുടെ മെൻറ്റാലിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എക്സാമിൻ്റെ തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത്. ഇപ്പോൾ യൂഷ്വലി ഒരു 6 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം ഒരു 7 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സെൻറ്ററിൽ നിന്നോ എന്നല്ല എക്സാം എഴുതുന്നത്, നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോയിട്ട് അവിടെ എത്തിയിട്ടാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ ട്രാവൽ ചെയ്യേണ്ട ടൈമൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പം ഗൂഗിൾ മാപ്പിൽ 2 മണിക്കൂറൊക്കെ സമയം കാണുക. പക്ഷെ നമ്മൾ 2 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോരാ. നമ്മൾ സൺഡേ ആണ്, ചിലപ്പോൾ ട്രാഫിക് ഉണ്ടാവാം, ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ 2 മണിക്കൂറാണ് ടൈം കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ എക്സാം ഹാളിൽ ഏകദേശം ഒരു എക്സാം സെൻറ്ററിൽ ഒരു 11 മണിയാകുമ്പോൾ എത്തുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ 11 മണിക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 12 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഓൾമോസ്റ്റ് എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ എക്സാം ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 5 മണിക്കാണ് പുറത്ത് വരുന്നത്. അപ്പം എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. കാരണം 5 മണി വരെ നമുക്ക് വിശക്കാതിരിക്കണമല്ലോ. പിന്നെ മാത്രമല്ല, എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 1 മണിക്ക് മുന്നേ ആയിട്ട് അവിടെയുള്ള സ്റ്റാഫ്സിനോടോ വളണ്ടിയേഴ്സിനോടോ ആരുടെയെങ്കിലും ചോദിച്ചിട്ട് അവിടെയുള്ള വാഷ്റൂമിൽ പോയിട്ടൊന്ന് യൂറിൻ പാസ് ചെയ്ത് വരണം. കാരണം 5 മണി വരെ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല, നമ്മുടെ ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ അതിൽ സ്റ്റിക്ക് ചെയ്യേണ്ട ഫോട്ടോസ്, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഫോട്ടോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ്, പിന്നെ നമ്മുടെ ഡ്രസ്സിങ്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ടുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ യൂഷ്വലി നീറ്റിന് പറയുന്ന ഡ്രസ് കോഡ് എന്താണ്? ലൈറ്റ് കളർ ഡ്രസ്സ്, ഹാഫ് സ്ലീവ് ആയിരിക്കണം, പോക്കറ്റ്സ് ഒന്നും ഉണ്ടാവരുത്, വലിയ ബട്ടൺസ് ഒന്നും ഉണ്ടാവരുത്, ഹീലുള്ള ചപ്പൽസ് ഒന്നും ആവരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂഷ്വലി നമുക്ക് അറിയാവുന്ന റൂൾസ് ആണ്. അപ്പോൾ ആ റൂൾസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം എന്താ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വെറുതെ ഈ ഡ്രസ്സ് പറ്റൂല, ഈ ചപ്പൽ പറ്റൂല, അങ്ങനെ
അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടെൻഷൻ കൂട്ടാൻ കുറച്ച് ചാൻസ് ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ട് വേണം പോകാനേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രിപ്പറേറ്ററി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാനേ. പിന്നെ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസോ 6 ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് അറിയാത്ത ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കും. പക്ഷേ പാനിക് ആവരുത്. കാരണം ഇൻ കേസ് ആ 5ഓ 6ഓ ചോദ്യങ്ങളോ തെറ്റിപ്പോയാലും അല്ലെങ്കിൽ അത് അറിയാത്തതാണെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് MBBS കിട്ടാനുള്ള സാധ്യത നിങ്ങളെ മുന്നിലുണ്ട്. സോ 5-6 ചോദ്യങ്ങൾ തെറ്റിയാലോ അല്ലെങ്കിൽ 5-6 ചോദ്യങ്ങൾ മാറി ബബിൾ ചെയ്താലോ അല്ലെങ്കിൽ 5-6 ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാലോ നിങ്ങൾ പാനിക് ആവാതെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചിലപ്പോൾ നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. പിന്നെ എല്ലാവരും മാക്സിമം ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ ഒരു ഓർഡറിൽ തന്നെ വേണം എക്സാം എഴുതാൻ. കൂടുതൽ ആൾക്കാരും ഫോളോ ചെയ്യുന്നത് ബയോ, കെമിസ്ട്രി, ഫിസിക്സ് ഓർഡറിലാണ്. അപ്പോൾ കഴിയുന്നതും ആ ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടി തന്നെ നോക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസർ ബബിൾ ചെയ്യുക. അല്ലാതെ 10ഓ 20 വായിച്ചിട്ട് ബബിൾ ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സെൻറ്റേഴ്സിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ അവിടെ നമ്മളൊരു വേറെ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, വേറെ സെൻറ്ററാണ്, നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും കഴിയുന്നതും ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് ബബിൾ ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സാണ് ആ ഒരു എക്സാമിന് എന്ത് റിസൾട്ട് തരാൻ പോകുന്നത് എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയുക, ഈ എക്സാം ടഫാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ എക്സാം ടഫായിരിക്കും. ഈ എക്സാം ഈസി ആണെങ്കിൽ എനിക്ക് ഈസി ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും അത് ഈസി ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് ഈ മൊത്തം ഇന്ത്യയിൽ ഫീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടഫാണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്കൊന്നും കിട്ടുന്നില്ലേ, ഞാൻ പഠിച്ചതൊന്നും ഇതിൽ എഴുതാൻ പറ്റുന്നില്ല, ഒന്നും ബബിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് പാനിക് ആവരുത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. ഇന്ത്യയിലെ മൊത്തം കുട്ടികൾക്ക് ഈ എക്സാം ടഫാണ്, ഞാൻ പാനിക് ആവുന്നതിന് പകരം എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ആണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അതായത് ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോഴോ ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോഴോ ഒരു പ്രോബ്ലം വരുമ്പോഴോ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കണം നിങ്ങൾ അവിടെ പോയിട്ട് ആവേണ്ടത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം ഒരു നോർമലി ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന ഏതൊരു കാര്യവും നിങ്ങൾ ഫുൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. സോ ഇനി പഠിച്ചത് ഓർമ്മയുണ്ടോ ഓർമ്മയില്ലേ, ഞാനത് ഒന്നുകൂടെ എടുത്ത് വായിക്കണോ, അങ്ങനെ ലാസ്റ്റ് 2 ഡേയ്സിന് കൺഫ്യൂഷൻസ് കൊടുക്കരുത്. ആ എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരും. അപ്പോൾ വെറുതെ ഇനി ലാസ്റ്റ് 2 ഡേയ്സ് ഇങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റൂല, ഞാൻ വിചാരിച്ച സ്കോർ കിട്ടൂല, ഞാൻ വിചാരിച്ച കോളേജിൽ കിട്ടൂല, അങ്ങനെയൊക്കെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ശരിക്കും കിട്ടാൻ പോകുന്ന മാർക്കിനേക്കാളും കുറവ് മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ ഏതൊരു കുട്ടിയും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന പോലെ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാനും ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ പോകുന്ന കുട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, ആ കുട്ടി പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാനും പഠിച്ചത്. പക്ഷേ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന കുട്ടിയുടെ ഒരു ഫാക്ടർ എന്താണ്, ആ കുട്ടി എക്സാം ഹോളിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യും, എന്ത് പ്രോബ്ലത്തിനെയും നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഞാനും ഫസ്റ്റ് റാങ്കും വാങ്ങാൻ പോകുന്ന കുട്ടിയും തമ്മിൽ എഡ്യൂക്കേഷണൽ വൈസോ അല്ലെങ്കിൽ നോളജ് വൈസോ യാതൊരു ഡിഫറൻറ്റും ഇല്ല. അപ്പോൾ നമ്മൾ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെൻറ്റാലിറ്റി, അവിടെയുള്ള നമ്മുടെ ബിഹേവിയർ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള നമ്മുടെ ഒരു എബിലിറ്റി, ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ പോകുന്ന കുട്ടി ഞാനായിരിക്കും. അങ്ങനെ വേണം ഇനിയുള്ള 2 ദിവസം നിങ്ങൾ ചിന്തിക്കാൻ. അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഐ ആം ദ ബെസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കോളേജും നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്കും തീർച്ചയായിട്ടും കിട്ടും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ നീറ്റ് എക്സാം.